വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയൊന്നും കൂടേണ്ട, ചെറിയൊരു പീസ് മതി. അതുപോലെ തന്നെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി കേട്ടോ. അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ എത്രയും വേണ്ടി വരില്ല, അത് കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു എരിവെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്നും കൂടി പോകേണ്ട, ഞാൻ പറഞ്ഞിട്ടുള്ള അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറ് ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെളുത്തുള്ളി നന്നായിട്ട് അങ്ങനെ ചൂടായി പോയാൽ അതിൻ്റെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കുത്തൽ ടേസ്റ്റ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മിക്സി ഒരുപാട് അങ്ങ് ചൂടാവുന്ന രീതിയിൽ അരച്ചെടുക്കരുത്. പിന്നെ ഞാനിതാ ഒരു പാനം ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. 2-3 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം പച്ചയാണല്ലോ, ഇങ്ങനെ ചെറിയുള്ളി ആയാലും തക്കാളി എല്ലാം പച്ചയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുക്കായി അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് 3 പുഴുങ്ങിയ മുട്ട ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളിത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, പച്ചമണം ഉണ്ടായാൽ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ഇട്ടു. മുട്ട പുഴുങ്ങിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല എത്തിക്കണേ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മസാലയിലെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സവാള വഴറ്റിയിട്ട് അങ്ങനെയൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. നല്ല ഗ്രേവി പോലെ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ചോറിലേക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഗ്രേവി മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്